കരിപ്പൂരിൽ MDMA പിടികൂടിയ കേസിൽ ലഹരിമരുന്ന് കൊടുത്തയച്ച ആളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതായി മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. നേരത്തെ നടന്ന പ്രധാന കേസുകളിലും സമാനമായ ഒമാൻ ബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവർക്ക് 16-ാം തീയതിയാണ് കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഒമാനിലേക്ക് യാത്ര ചെയ്തതായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് സപ്ലൈ ചെയ്യാനായിട്ടുള്ളവരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ നമുക്ക് ഈ 4 പേര് ആണ് പ്രതികളായിട്ടുള്ളത്. ഏതാണ്ട് 950 ഗ്രാം ഇതിലൂടെയുള്ള MDMA ആണ് തോന്നുന്നത്. നടപടികൾ കഴിഞ്ഞ് അടുത്ത തലത്തിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്. ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അവിടെ നിന്ന് സെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ഞങ്ങളുടെ ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഇൻഫർമേഷൻസ് പോകുന്നതുകൊണ്ട് അത് നമ്മളതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നത്തെ ഒരു മേജർ ഡിറ്റക്ഷൻ അമേരിക്കയിലൂടെ ഇന്ത്യയിലെ പാർസലായിട്ട് വന്നിരിക്കുന്ന കേസിനകത്ത് നമുക്ക് ഫോഴ്സ് ചെയ്യുന്നതായിട്ട് അതിനകത്ത് നമ്മൾ ഫർദർ അറസ്റ്റ് നമ്പർ നടത്തിയിട്ടുണ്ട്. അതിന് മുന്നേ നടന്ന വാഴക്കാടുണ്ടായിരുന്ന ഒരു ഡിറ്റക്ഷനകത്ത് അത് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ കേസിലും ഇതേ രീതിയിലുള്ള അന്വേഷണം അത് പക്ഷെ നമ്മൾ ഡിറ്റക്ഷൻ എടുത്താണെങ്കിലും അതിന്റെ സോഴ്സ് അന്വേഷിക്കുമ്പോൾ പുറത്തുനിന്ന് വന്നതായിട്ടുള്ള ഇൻഫർമേഷൻ ഒരേ സോഴ്സുകളുണ്ടാവും. അത് നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് വിദേശീയതയുടെ അന്വേഷണം എയർപോർട്ട് മുഖാന്തരമുള്ള മയക്കുമരുന്ന് ഇതിനിടയിൽ നമ്മൾ ഹൈബ്രിഡ് കഞ്ചാവ് പോയിന്റുകളിലൂടെ അതിൻ്റെ ഡിറ്റക്ഷൻ വളരെ ശക്തമായിട്ട് തന്നെ വിജിലുണ്ടാവും. അതിനകത്ത് തുടർന്നുള്ള ഡിറ്റക്ഷനകത്ത് ഇതിപ്പം 10 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കുന്ന ഗ്രേവായിട്ടുള്ള ഒഫൻസാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകളാണ് ഇതെല്ലാം. അപ്പോൾ തുടർന്നും ഈ പരിശോധനകളും എയർപോർട്ട് മാത്രമുള്ള ലഹരി കച്ചവടം ശക്തമായിട്ട് തന്നെ കൊണ്ടുവരികയും അതിനകത്ത് വളരെ ശക്തമായിട്ട് നമ്മൾ ഈ ലേഡിയെ കൊണ്ടുപോയിട്ടുള്ളത് നൗഫൽ എന്ന് പറയുന്ന ഒരു കണ്ണൂരുകാരനാണെന്ന് പറഞ്ഞു. അയാൾക്ക് ഈ പങ്കുണ്ടോ? നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ റിവ്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇറ്റ് ഇസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വളരെ ഇന്നോക്കസ് ആയിട്ട് പ്രത്യേകിച്ച് റീസൺസ് ഇല്ലാതെ പോയി വന്നതല്ല. ഇലക്ഷൻ ട്രാൻസ്ഫർഷൻ തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ എവിഡൻസ് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല, NDPS റിലേറ്റഡ് കേസുകളില്ല. ഒരു പ്രതിക്കോ മറ്റോ കേസിൻ്റെ ആംഗിൾ മാത്രമേ ഇതുവരെയും മനസ്സിലായിട്ടുള്ളൂ. ഒരു ലുക്രറ്റീവ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാരിയേഴ്സ് എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. ഇവർക്ക് ഈ സ്ത്രീക്ക് ഇത് അറിയാമായിരുന്നു, അതോ ഒരു ജോലിക്ക് വേണ്ടി പോയതായിരുന്നു? നമ്മൾ മനസ്സിലാക്കുന്നത് അറിയാമായിരുന്നു എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ്. കാരണം തീരെ അറിയാത്ത അന്വേഷണം വൃത്തികേടാണ്. ഇതിനു വേണ്ടിയിട്ടാണോ പോയത്, അതോ ജോലി അന്വേഷിച്ചു പോയത്? 16-ാം തീയതി പോകുന്നു, 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതെ, അത് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതായിട്ട് തന്നെയാണ് ശേഖരണം നടത്തുന്നത്. ഒരു പുതിയ രീതിയുമാണ് ഇതിലിപ്പം യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേഫർ പോലെയുള്ളൊരു പാക്കിംഗ് ആണ്. ഇതിന് മുന്നേ ഉള്ളതിനകത്തും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് കണ്ടെത്തുന്നത്. അത് കുറേ കൂടി സെക്യൂരിറ്റി സിസ്റ്റംസിനെയും അതുപോലെ ചെക്സിനെയൊക്കെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ളൊരു മാർഗം എന്നുള്ള രീതിയിലാണ് അത് പ്രോഗ്രാമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ പരിശോധിക്കേണ്ടത് എൻറ്റയർ ടീമിന്റെ തുടരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒമാനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണോ? അതും നോക്കേണ്ടിയിരിക്കുന്നു. അവരുടെ മൊഴി നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവരുടെ നാട്ടിൽ ഒരു ട്രാവൽ ഹിസ്റ്ററിയും കോൾ ഡേറ്റ റെക്കോർഡ്സും എല്ലാം വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.